ഇവനിങ്ങനെ നേരത്തെ വാലടച്ച് അകത്തിരുന്നാൽ നാളെ രാവിലത്തെ കാപ്പിക്കാര്യം എങ്ങനെ? അൾസർ ഉള്ളവനെ എന്റെ വിഷമം അറിയൂ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. ഓമനക്കുട്ടാ, ഇവൻ രാവിലെ 25 രൂപ ചോദിച്ചപ്പോ നീ കൊടുക്കാത്തോണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഇപ്പൊ പറയുന്നത്. ഒരു വെജിറ്റബിൾ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞോണ്ടാ ഞാനും കൂടെ പോകുന്നത്. നീ രൂപ കൊടുക്കാത്ത നിന്റെ തെറ്റ്, ഇവനോടെ വന്നത് ഇവന്റെ തെറ്റ്. ഒക്കെ സമയദോഷം കൊണ്ടാ, നമുക്ക് മറക്കാം. ദേ ഇവനോട് സോറി പറയാമെന്ന് നിൽക്കുക. അത് പറ്റില്ല, വെറുതെ ഇരിക്കണു. നീ ശ്രീകോവിലൊന്ന് തുറക്ക്. ഓമനക്കുട്ടാ, എന്താ സോറി പറയടാ. സോറി. ഓ വരെ വെച്ചിരിക്കുന്നു. നാളെ രാവിലത്തെ ഗോതമ്പിനുള്ള കാശ്. 3 ദിവസമല്ലേ അയാള് ഗോതമ്പ് വാങ്ങിച്ചിട്ട്. ഇതൊക്കെ ആര് തിന്ന് തീർക്കുന്നു? ഒരു പാക്കറ്റ് പല്ലുകുത്തി. പല്ലുകുത്തി മാത്രമാക്കണ്ട, ചെവിത്തോണ്ടുകൂടി വാങ്ങിക്കാം. ശമ്പളം കിട്ടിയിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. തീർന്നോ? അപ്പൊ ഈ മാസം എനിക്ക് വാടകയില്ലെന്നോ? നിങ്ങൾ എന്ത് കണ്ടിട്ട് അയ്യരെ മാസം വാടക ഞങ്ങളോട് ചോദിക്കുന്നത്? ഇനി വാടാ. ഫ്രിഡ്ജും ഫർണിച്ചറടക്കം വീട് എന്നിട്ട് എനിക്ക് വാടകയില്ലെന്നോ? ഈ വീട്ടിൽ താമസിക്കുന്നതിനെ നിങ്ങൾ വാടാ, ഞാൻ കയറണം. അടുക്കളയിൽ ചോർച്ച, കുളിമുറി വെള്ളമില്ല, കക്കൂസിന് കഥകില്ല. കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഭാര്യയില്ല മക്കളുമില്ല, പിന്നെ ആർക്കാ ഇതൊക്കെ? അങ്ങ് അകത്തോട്ട് കയറ്, വാതിലടക്ക്. നീ വാടാ. குட் மார்னிங் ஐயா. மார்னிங் ஒன்றும் வேண்டாம், வாடாதான் மதி. லட்சுமி, உங்க அப்பா எங்க? அப்பா ஆபீஸ் வேலையில பெங்களூர் போயிருக்காங்க. எப்ப வருவாங்க? அடுத்த வாரம் வந்துருவாங்க. இனி ஒரு வாரம் ஆகுமா? நம்ம வாடகை கொடுக்கலையே. அத பத்தி எனக்கு ஒண்ணும் தெரியாதுங்க. எல்லாரும் தெரியாதுன்னு പറഞ്ഞാ എന്ത്? ചെറിയാച്ചോ, ഞാനേ ഇത്തവണ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ തലയിലെടുത്ത് പത്രത്തിൽ വന്നിട്ടുണ്ട്. കയ്യിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നെങ്കിൽ നോക്കാനൊരു മൂടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് എനിക്കൂടെ തന്നിട്ട് കുടിക്കടാ, പ്രായത്തെങ്കിലും ബഹുമാനിക്ക്. ഇതെന്റെ കട്ടൻ കാപ്പിയാ. ഓഹോ, ത്രികുടൻ റം. സൂര്യൻ നിലത്തുനിന്ന് പൊങ്ങട്ടടാ, വെറും വയറ്റ് വലിച്ചു കയറ്റാതെ കരള് വാടും. താൻ ഇങ്ങനെ പരത്തി സ്നേഹിക്കാതെ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വയ്ക്കും. അതെ, പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ജാതകത്തിൽ 7 ശനിയുടെയും ആഗ്നേയ ഗ്രഹത്തിന്റെയും ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് തീയുടെയും വെള്ളത്തിന്റെ അടുത്ത് പൊക്കൂടാ. എന്നാ ഇറങ്ങ വെളിയിലോട്ട്. കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞാൻ അണ്ണാക്കിൽ ഒഴിച്ചു തരാം. ചെല്ല്. അല്പം പരസ്പര ബഹുമാനം വേണം. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ PWDയിലെ സൂപ്രണ്ടാണ് കേട്ടോ. ചെല്ല്. അവൻ ശരിയാകത്തില്ല. ഇതെന്താടാ കാടി വെള്ളം പോലെ ഇരിക്കുന്നത്? പഞ്ചാരയിലെയും കട്ടൻ കാപ്പി ഇങ്ങനെ. പഞ്ചാര എന്തിയെ? പഞ്ചാര ഇല്ല. ഓമനക്കുട്ടനായിരുന്നു നീ ഇങ്ങനെ കൊടുക്കൂടാ? അതിന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ജോലി ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ മലപ്പുറത്ത് സർവീസിൽ ഉണ്ടായിരുന്നപ്പോ രണ്ടും കൂടി വന്ന് എന്നെ മുടിപ്പിച്ചില്ലടാ. എന്നിട്ട് എന്റെ ജന്മത്തിൽ പാപഗ്രഹം വന്നപ്പോ നിനക്കൊക്കെ എന്തും ആകാവുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം, ഞാൻ കട്ടൻ കാപ്പി വെച്ചാൽ കട്ടൻ കാപ്പി തന്നെ തരണം. ഇങ്ങനൊക്കെ പറയാം ഞാനാരാ? തന്റെ വേലക്കാരനോ എന്ന് വെച്ചോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് കണ്ണടക്കാന്ന് വെച്ചാ ഈശ്വര, എന്റെ തലയിലെടുത്ത് ഭയങ്കരം തന്നെ. ഗ്ലാസ് ഓമനക്കുട്ടാ, ഇവൻ നിന്റെ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. മനുഷ്യന് ഒരു പണിയില്ല എന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് പണി പഠിക്കാ വേണ്ടത്? ആർക്ക് പണിയില്ലെന്ന്? എനിക്ക് പണിയെ കൊണ്ട്. അറിയാം, കണ്ട പെമ്പിള്ളേരെ വളയ്ക്കുന്ന പണി. അതെന്റെ കഴിവാ. കാഷായത്തിൽ പൊറിഞ്ഞു വന്നിട്ട് ഒരു പട്ടിക്കും വേണ്ടല്ലോ. പ്രായത്തെ ബഹുമാനിക്കണം. ഗ്ലാസ് എറിഞ്ഞ് ഉടച്ച എന്തിനാണെന്ന് പറ. എനിക്കിനി ഗ്ലാസ് എറിഞ്ഞ് ഉടയ്ക്കാനും വയ്യ, കണ്ടവൻ കുടിച്ച ഗ്ലാസ് കഴുവാനും വയ്യ. ഓമനക്കുട്ടാ, ഈ അടുക്കള സോപ്പ് പെരുമാറുന്നതിന്റെ മൂപ്പാ. അത് തന്നെയാ. എന്നെ കൊണ്ട് ഇനി അടുക്കള പണി പറ്റിയല്ല. വേണമെങ്കിൽ ഒരു വേലക്കാരൻ ചെറുക്കനെ അന്വേഷിച്ചോണം. ഒരു പങ്ക് ഞാനും തന്നേക്കാം. അത്രേ ഉള്ള പ്രശ്നം. ഒരു മാസത്തിനകം ഏത് വൈകുണ്ഠത്തുനിന്നാണെങ്കിലും ഒരു വേലക്കാരൻ പയ്യനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഒന്ന് തൊള്ള അടക്കി മനുഷ്യനൊന്ന് ഉറങ്ങട്ടെ. തൃപ്തിയായല്ലോ. വരുമാനമുള്ള ഏക ഒരുത്തൻ, ഒരുപോലെ കണ്ണടയ്ക്കാനുള്ള യോഗമില്ല. ഉത്രാട നക്ഷത്രക്കാരുടെ വിധി പൊതുവേ ഇങ്ങനാ. റഹ്മാൻ സാർ,
ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാട്ടെ. ഡാ എന്താടാ? എന്താ എന്നെ വിളിച്ചേ? എന്താ എന്നെ വിളിച്ചേ? എടാന്ന്. അതാ ഞാൻ ചോദിച്ചത് എന്താടാന്ന്. എനിക്ക് ഒരു പേരുണ്ട്, തോമസ്. അത് വിളിച്ചാ മതി. എടാന്ന്. ആഹാ, ഊണ് കഴിക്കാൻ വിളിച്ചോണ്ട് റഹ്മാൻ അടുക്കള തന്നെ ഇരിപ്പായോ? ഇനിയിപ്പം ഉണ്ണണമെന്നാണ് സാർ. വിളമ്പേണ്ടത് ഇവനല്ലേ? അവനെന്താ കുഴപ്പം? ഞാൻ അന്നേ സാറിനോട് പറഞ്ഞതാണ് കോട്ടയം ബസ് സ്റ്റാൻഡിൽ കണ്ട് ഒരുത്തനെ പിടിച്ച് ജോലിക്ക് നിർത്തണ്ടാന്ന്. റഹ്മാൻ പരത്താതെ കാര്യം പറ. സാർ, ഞാൻ അവനെ കയറി ഒന്ന് ഇടാന്ന് വിളിച്ചു. എന്നാൽ അവൻ മനസ്സിലാക്കണ്ടേ ഒരു പോലീസുകാരന്റെ ഏറ്റവും മര്യാദയുള്ള വിളിയാണിതെന്ന്. അവൻ ഉടനെ കയറി എന്നോട് എന്താടാന്ന്. അവൻ അങ്ങനെ വിളിച്ചു? വിളിച്ചു സാർ, ചോദിക്കും. തോമസ്, നിനക്ക് എന്തോ പ്രായമുണ്ട്? 16. ഇദ്ദേഹത്തിന് എന്ത് പ്രായമുണ്ടെന്നറിയോ? അറിഞ്ഞൂടാ. 54. എടാ നങ്ങേരി വിളിച്ചാൽ എന്താടാന്ന് നീ വിളിക്കൂ. പോ ചോളമ്പ്. എന്താ സാർ പതിവില്ലാതെ ഇന്ന് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ മുജീബ് റഹ്മാന് ഒരു നല്ല ചാപ്പാട് തരാന്ന് കരുതി. അതാ ചോദിച്ചേ, പതിവില്ലാതെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ആ, ഒരു ചെറിയ വിശേഷമുണ്ട്. എനിക്ക് ട്രാൻസ്ഫർ ആയി. എങ്ങോട്ട്? ദത്തമംഗലം. ഇത്തവണ നമ്മളെ പിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാറ് തത്തമംഗലത്തേക്ക് പോയിക്കോ. ഈ മുജീബുർ റഹ്മാൻ അവിടെ എത്തിയിരിക്കും. അതിനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്. വാ, ഭക്ഷണം കഴിക്കാം. തോമസ്, ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുക. എത്ര നേരമായി ഭക്ഷണം വിളവാൻ പറഞ്ഞിട്ട്. തോമസ്, തോമസ്, തോമസ്. സാർ, ഭക്ഷണത്തിന് പകരം അവന്റെ ഒരു കത്തുണ്ട്. കത്തോ? സാർ, എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. തോമസ്. എന്റെ അയ്യരെ ഒത്തു കിട്ടി. എന്ത് പണി ചെയ്യാനും അവൻ തയ്യാറാ. അവനൊന്ന് രക്ഷപ്പെട്ടാ മതി. എന്തും കൊടുക്കാൻ ഞാനും തയ്യാറാ. ആ ചെറിയാന്റെയും പിഷാരടിയുടെയും കയ്യിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാ മതി. രാവിലെ ഇവിടെ കുത്തിയിരുന്ന് ജാതകം വായിക്കാതെ എന്നെ ഒന്നും സഹായിക്കും. നിങ്ങൾക്കൊക്കെ ദോശ വിട്ട് തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. എന്നാര് പറഞ്ഞു? തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ദോശ ഇടുക എന്നുള്ളതാണ് നിന്റെ കർമ്മം, ജാതക യോഗം. ദോശ ഇരുന്ന് അടുക്കളോട്ടിൽ അവിടെ കിടന്ന് കരിയട്ടെ. അതാണ് നമ്മുടെ വീട്. നീ നേരെ അടുക്കളയിലോട്ട് എന്നൊരു ചായ ഇട്ടോ. ആ, അവിടെ ഇരിക്കുന്ന ആരെയും മൈൻഡ് ചെയ്യണ്ട.